സംസ്ഥാനം നാളെ പോളിംഗ് ബൂത്തിലെത്താനിരിക്കെ ഇന്ന് നിശബ്ദ പ്രചാരണം. വോട്ടർമാരെ നേരിൽ കണ്ട് അവസാനവട്ട വോട്ടുറപ്പിക്കാനുള്ള തിരക്കിലായിരിക്കും ഇന്ന് സ്ഥാനാർത്ഥികൾ. ഇതിനിടെ വിവിധ ബൂത്തുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഇന്ന് നടക്കും. അതത് മണ്ഡലങ്ങളിൽ സജ്ജീകരിച്ചിട്ടുള്ള വിതരണ കേന്ദ്രങ്ങളിൽ രാവിലെ 8 മണി മുതലാണ് വിതരണം ആരംഭിക്കുക. വിവരങ്ങളുമായി വിവിധയിടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ്. ആദ്യം നമ്മൾ പോകുന്നത് കോഴിക്കോടേക്കാണ്. അവിടെ അജി കുഞ്ഞുമോനുണ്ട്. അജി, വെരി ഗുഡ് മോർണിംഗ്. ഇന്നലത്തെ ആ ഒരു വർണ്ണാഭമായ കൊട്ടിക്കലാശത്തിന് ശേഷം ഇന്ന് നിശബ്ദ പ്രചാരണമാണ്. എല്ലാ സ്ഥാനാർത്ഥികൾക്കും പ്രചാരകർക്കും ഒക്കെ കൃത്യമായ നിർദ്ദേശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്ന് പോളിംഗ് സാമഗ്രികളുടെ വിതരണം കൂടി ആരംഭിക്കുകയാണല്ലോ. വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ഗോകുൽ. നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ, രണ്ടുപേരും സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ വലിയ തലത്തിൽ കൊട്ടിക്കലാശം, അതിൻ്റെ ആവേശത്തിലായിരുന്നു മുന്നണികളും പ്രവർത്തകരും എല്ലാം തന്നെയും. മലബാർ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ഒരു നിർണായക തെരഞ്ഞെടുപ്പ് തന്നെയാണ്. പ്രത്യേകിച്ച് വിവിധ പാർട്ടികളിൽ നിന്ന്, പ്രത്യേകിച്ച് CPM നിന്ന് വിമതരടക്കം മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്, കോൺഗ്രസിലും വിമതർ മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്, അത്തരത്തിൽ എല്ലാം കൊണ്ടും ശ്രദ്ധേയമായ ഒരു തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടവും നിശബ്ദ പ്രചരണ ദിവസമായി ഇന്ന് ഓരോ വോട്ടും തങ്ങളുടെ പെട്ടിയിലാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഓരോ മുന്നണികളും ഇപ്പോൾ മുന്നിട്ട് ഇറങ്ങുന്നത്. ഇന്ന് നിശബ്ദ പ്രചരണമാണ്. അതുകൊണ്ട് തന്നെ പരമാവധി ആളുകളെ നേരിൽ കാണുകയും വിവിധ സാമുദായിക മത മേലധ്യക്ഷന്മാരെയൊക്കെ കാണുകയും ചെയ്യുന്ന പരിപാടിയാണ് ഇന്ന് പ്രധാനമായും സ്ഥാനാർത്ഥികൾക്കുള്ളത്. മലബാറിൻ്റെ വിവിധ മേഖലകളിൽ ദേശീയ തലത്തിലുള്ള നേതാക്കന്മാർ പങ്കെടുത്ത് ക്യാമ്പയിൻ ചെയ്ത് ചുമതലകൾ നൽകിയായിരുന്നു ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ്. അത് കോൺഗ്രസിലും ഒപ്പം തന്നെ NDAയിലും അടക്കം നമ്മൾ കണ്ടതാണ്. വിവിധ നേതാക്കൾ വന്ന് ക്യാമ്പ് ചെയ്തുകൊണ്ട് ഓരോ മണ്ഡലങ്ങളുടെയും ചുമതല നൽകിക്കൊണ്ട് അത്തരത്തിലുള്ള പ്രചാരണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ വോട്ടും പെട്ടിയിലാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെ തന്നെയാണ് മുന്നണികൾ മുന്നിട്ടിറങ്ങുന്നത്. നേരത്തെ ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഇന്ന് രാവിലെ 8 മണി മുതൽ മലബാറിലെ വിവിധ മേഖലകളിൽ, വിവിധ സ്കൂളുകളിൽ ആരംഭിക്കും എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. ഇതിൽ ചെറിയൊരു ഉദ്യോഗസ്ഥർക്കിടയിൽ ചെറിയൊരു ആശങ്ക വന്നിട്ടത് അത് കോഴിക്കോട് ജില്ലയിലാണ് ഏറ്റവും കൂടുതലുള്ളത്. അതായത് ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യാൻ ഇതുവരെയും പല സ്ഥലങ്ങളിലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പറയുന്നത്. അതായത് ആ സ്ലിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ പലരുടെയും കയ്യിൽ കിട്ടിയിട്ടില്ല, ലഭ്യമായിട്ടില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലാ കളക്ടറോട് ചോദിച്ചപ്പോൾ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവസരം ഒരുക്കും എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലാ കളക്ടർ പറഞ്ഞത്. ഇന്ന് ഉദ്യോഗസ്ഥർ ഡ്യൂട്ടിക്കായിട്ട് പോവുകയാണ്. അപ്പോൾ 8-ാം തീയതി എല്ലാവർക്കും പരമാവധി വോട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്നാണ് കോഴിക്കോട് ജില്ലാ കളക്ടർ പറഞ്ഞത്. ഈ സർവീസ് സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കിടെ ഈ പലർക്കും വോട്ട് ചെയ്യാൻ പറ്റാത്തതിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധവുമായി സർവീസ് സംഘടനകളും രംഗത്തെത്തിയിരുന്നു. ഏതായാലും വലിയ ആവേശത്തിൽ തന്നെയാണ് മലബാർ മേഖല. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ വികസനം ചർച്ചയാക്കിക്കൊണ്ടാണ് ഭരണ തുടർച്ച ഉണ്ടാകുമെന്നുള്ള ലക്ഷ്യത്തോടെ വികസനം ചർച്ചയാക്കി മാത്രമാണ് ഇടതുമുന്നണി അവർ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. എന്നാൽ ഒരു ഭരണമാറ്റം അനിവാര്യമാണ് എന്ന തലത്തിലാണ് UDFും ഒപ്പം തന്നെ NDA ക്യാമ്പും ഇത്തവണ പ്രചരണത്തിൽ വിഷയമായി പ്രധാനമായി എടുത്തത്. അതിൽ നമ്മൾ കണ്ടതാണ് ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് അവർ പലപ്പോഴും പ്രചാരണ ആയുധമായി എടുത്തത്. അത് ഇന്നലെ കൊട്ടിക്കലാശത്തിലും അതുതന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ശബരിമല വിഷയം ഉയർത്തിക്കൊണ്ടാണ് മലബാർ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഈ കൊട്ടിക്കലാശത്തിൽ പോലും പ്രചരണ വിഷയമാക്കിയത്. മറ്റൊന്ന്, പേരാമ്പ്ര അടക്കമുള്ള മണ്ഡലങ്ങളിൽ വലിയ തലത്തിലുള്ള ചലനങ്ങൾ സൃഷ്ടിക്കാൻ UDFിനാകുമെന്നുള്ള ചില സർവേ റിപ്പോർട്ടുകളും അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്വാസകരമായ കാര്യം തന്നെയാണ്. ഇളകാത്ത കോട്ടകൾ ഇളകുമെന്നുള്ള ഒരു ആശ്വാസത്തിൽ തന്നെയാണ് UDF ക്യാമ്പും ഉള്ളത്. പക്ഷേ LDF ക്യാമ്പ് പറയുകയാണെങ്കിൽ തങ്ങൾ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ വലിയ വോട്ടായി മാറും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസവും LDF ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഏതായാലും ഇനി ഒരു ദിവസം മാത്രമേ ഉള്ളൂ പോളിംഗ് ബൂത്തിലേക്ക് കേരളം പോകാൻ. ആവശ്യത്തോട് തന്നെയാണ് പ്രവർത്തകരും മുന്നണികളും ഒക്കെ തന്നെയും കാത്തിരിക്കുന്നത്. തീർച്ചയായും അജി, ഏതായാലും 2 പാർട്ടികൾ കൂടി ഈ തെരഞ്ഞെടുപ്പിൻ്റെ കൊട്ടിക്കലാശ സമയത്ത്, അതായത് കോൺഗ്രസിനോടുള്ള ചോദ്യം LDFിൻ്റെ ഭാഗത്തു നിന്നുള്ള പാട്ട്, അതായത് വയനാട്ടിലെ പിരിച്ച ഫണ്ട് എവിടെ, വീടെവിടെ എന്ന പാട്ട്, മറുവശത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ സജീവമായി നിൽക്കുന്ന പോറ്റിപ്പാട്ട്, ഇങ്ങനെ 2 പാട്ടുകളുടെ ക്ലാഷ് കൂടി നമ്മൾ പല മണ്ഡലങ്ങളിലും കണ്ടു. പാട്ടുകൾക്കൊക്കെ ഉത്തരം നൽകുന്നത് നാളെ അതെ, ജനങ്ങൾ അത് പാട്ട് കേട്ട് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവും. ഇനി സജു ചാമക്കാലയിലേക്ക് പോവുകയാണ്. കൊച്ചിയിൽ നിന്ന് സജു ചേരുന്നു. സജു, എറണാകുളത്ത് ഒപ്പം മധ്യ കേരളത്തിലെ പോളിംഗ് തയ്യാറെടുപ്പുകൾ എങ്ങനെയാണ്? വലിയ വാശിയേറിയ പോരാട്ടം നടക്കുന്ന നിരവധി മണ്ഡലങ്ങളുണ്ട് മധ്യ കേരളത്തിൽ. UDF ഭരണത്തിലേക്ക് വരും എന്ന് ഉറപ്പിച്ചു പറയുമ്പോൾ, 100-ലധികം സീറ്റ് എന്ന് അവർ ആഗ്രഹിക്കുമ്പോൾ, പ്രതീക്ഷ വെക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കണ്ണുവെക്കുന്നതും മധ്യ കേരളത്തിലാണ്. ഗോകുൽ, ക്രിസ്റ്റീന, വെരി ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും ഇപ്പോൾ ഗോകുൽ
സൂചിപ്പിച്ചതുപോലെ തന്നെ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ഇനിയിപ്പോൾ മണിക്കൂറുകൾ മാത്രമാണ്. കേരളം വിധി എഴുതാൻ ഇനിയിപ്പോൾ മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. എന്തായാലും വലിയ തോതിൽ ഇരു മുന്നണികളും വലിയ ആവേശോജ്വലമായ രീതിയിൽ അവരൊക്കെ മനസ്സിൽ കണക്ക് കൂട്ടുന്ന ചില മണ്ഡലങ്ങളുള്ള ഒരു സ്ഥലമാണ് ഈ മധ്യ കേരളം എന്ന് പറയുന്നത്. വിവിധ ജില്ലകളിലെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വലിയ തോതിൽ ഇരു മുന്നണികൾക്കും ആശ്വാസം പകരുന്ന വോട്ടിംഗ് നിലയായിരുന്നു കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ. അതോടൊപ്പം തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2021 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. പക്ഷെ അതിന്റെ ഒരു തനിയാവർത്തനം ഉണ്ടാകുമോ എന്നുള്ള സംശയമാണ്. പ്രത്യേകിച്ച് വി ഡി സതീശൻ എറണാകുളത്ത് അദ്ദേഹം പറവൂരിൽ നിന്ന് മത്സരിക്കുമ്പോൾ ഇത്തവണ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് 100 സീറ്റുകൾ അധികം നേടി UDF അധികാരത്തിൽ വരുമെന്നുള്ളത് തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ ആ ആത്മവിശ്വാസത്തിന് എന്തെങ്കിലും മങ്ങലേൽക്കാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത് ആ കാര്യമാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. പ്രത്യേകിച്ച് ഇപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ തോതിൽ ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടായതിന്റെ ഫലമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. അത് തന്നെ ആവർത്തിക്കുമോ? അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ വിഷയങ്ങൾ തന്നെ പ്രചരണായുധമാക്കുമ്പോൾ വയനാട് ഫണ്ട് അടക്കമുള്ളവയിൽ CPM പ്രത്യേകിച്ച് വലിയ തോതിൽ കോൺഗ്രസിനെ പഴിചാരുന്ന കാര്യം നമ്മൾ കണ്ടതാണ്. അതിൽ മറുപടിയില്ലാതെ വന്നതാണ് കോൺഗ്രസ്. ഒടുവിൽ കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ളൊരു കണക്ക് അവതരിപ്പിച്ചു. അതിലും ചില ചോദ്യങ്ങൾ CPM-ന്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് LDF-ന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. അതിലൊക്കെയും ജനങ്ങളാണ് ഇനിയിപ്പോൾ മറുപടി പറയേണ്ടത്. കൃത്യമായിട്ടുള്ള മറുപടി ജനങ്ങൾ മനസ്സിൽ കുറിച്ചിട്ടുണ്ട്. അതെന്തായാലും നാളെ പോളിംഗ് ബൂത്തിൽ അവർ അത് രേഖപ്പെടുത്തും. അതിനുവേണ്ടിയാണ് എല്ലാവരുടെയും കാത്തിരിപ്പ്. പോളിംഗ് സാമഗ്രികളടക്കം 14 ഇടങ്ങളിലായിട്ടാണ് ജില്ലയിൽ നിന്നിപ്പോൾ വിന്യസിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് അതിപ്പോൾ 8 മണിയോട് കൂടിയാണ് ആരംഭിക്കുക. പോളിംഗ് ഉദ്യോഗസ്ഥർ വിവിധ സാമഗ്രികൾ അവരുടെ വാഹനങ്ങൾ പ്രത്യേകിച്ച് KSRTC വാഹനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. 15,000-ലധികം പോളിംഗ് ഉദ്യോഗസ്ഥരെയാണ് നിയമിച്ചിരിക്കുന്നത്. അവരൊക്കെയും ഇന്ന് പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് എത്തി ഈ സാമഗ്രികൾ ശേഖരിച്ച് അവരോട് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോകുന്നതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയ തോതിൽ ഇരു മുന്നണികളും ആവേശം പകരുന്ന രീതിയിലുള്ള കുട്ടിക്കലാശത്തിന് ശേഷം വലിയ പ്രതീക്ഷകൾ വെക്കുന്ന ചില മണ്ഡലങ്ങൾ ഈ മധ്യ കേരളത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇരു പാർട്ടികളും പ്രത്യേകിച്ച് ഇരു മുന്നണികളും വലിയ ആവേശത്തിലാണ്. ആർക്കാവും ഇത്തവണ കൂടുതൽ സീറ്റ് പിടിക്കാനാകുക എന്നുള്ള ചോദ്യമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ എറണാകുളം ജില്ലയാകുമ്പോൾ കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പാരമ്പര്യമാണ് ഉള്ളത്. 2016-ലും അല്ലെങ്കിൽ 2021 നമ്മൾ കണ്ടതാണ് 9-5 എന്ന നിലയിലാണ് സീറ്റ് നിലയെങ്കിൽ പോലും ഇത്തവണ അത് മുന്നേറുമെന്നുള്ള കാര്യമാണ് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. പ്രത്യേകിച്ച് കാസർഗോഡ് മുതൽ എറണാകുളം വരെ എത്തുമ്പോൾ കോൺഗ്രസ് പ്രത്യേകിച്ച് UDF അവരുടെ കേവല ഭൂരിപക്ഷം മറികടക്കുമെന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ദിവസം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. അപ്പോൾ അത്ര വലിയ ആത്മവിശ്വാസത്തിൽ UDF മുന്നണി അല്ലെങ്കിൽ UDF മുൻപോട്ട് പോകുമ്പോൾ അതിനെയൊക്കെയും കവച്ചു വെക്കുന്ന രീതിയിൽ വികസന പ്രവർത്തനങ്ങളുമായിട്ടാണ് ജനങ്ങൾക്കിടയിലേക്ക് LDF ഇറങ്ങുന്നത്. പക്ഷേ ആരുടെ വാക്കിലാണ് ജനം വില നൽകുന്നത് അല്ലെങ്കിൽ ആരോടൊപ്പമാണ് ജനങ്ങളെന്ന് അറിയാൻ വേണ്ടി ഇനിയിപ്പോൾ മണിക്കൂറുകൾ മാത്രമാണ് കേരളം വിധി എഴുതാനുള്ളത്. എന്തായാലും അവസാനവട്ട ഒരുക്കത്തിലാണ് എല്ലാ പാർട്ടികളും മുന്നണികളും. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ നിശബ്ദ പ്രചരണമാണ്. ഈ നിശബ്ദ പ്രചരണത്തിൽ ജനങ്ങളെ നേരിൽ കണ്ട് അവരുടെ വോട്ട് ഉറപ്പിക്കുക എന്ന നിലയിലേക്കാണ് രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും ഇന്ന് മുന്നിട്ടിറങ്ങുന്നത്. ഗോകുൽ, ക്രിസ്റ്റീന. ശരി, സജു ചാമക്കാലയിലാണ് മധ്യ കേരളത്തിലെ വിശദാംശങ്ങളുമായി ചേർന്ന്. ഇനി നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. അവിടെ അജ്മൽ ദിറാറുണ്ട്. അജ്മൽ, വെരി ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം നമ്മൾ തെക്കൻ കേരളം വെർഷൻ കൊട്ടിക്കലാശത്തിന്റെ കണ്ടു. അതിനുശേഷം അല്ലറ ചില്ലറ സംഘർഷങ്ങൾ അവിടെ ഇവിടെയായിട്ടൊക്കെ നടക്കുന്ന കായംകുളത്ത്, അതുപോലെ കൊല്ലത്തെ വാഹനാപകടം, ഇതൊക്കെ നമ്മൾ കണ്ടു. ഒപ്പം തന്നെ അവസാന നിമിഷം അമ്പലപ്പുഴയിൽ നടി ഉഷ ഹസീന CPIM വിട്ട് കോൺഗ്രസിലേക്ക് പോകുന്ന കാഴ്ച കണ്ടു. ഈ തെക്കൻ കേരളത്തിൽ ഒരു G സുധാകരൻ ഇമ്പാക്ട് അമ്പലപ്പുഴയിലെ, അത് ആലപ്പുഴയിൽ മൊത്തം കഴിഞ്ഞ പ്രാവശ്യം LDF തൂത്തുവാരിയ ഒരു ജില്ലയാണ്. 9-8 സീറ്റുകളും നേടിയ ജില്ലയാണ്. അപ്പോൾ രണ്ട് പാർട്ടികളും പ്രതീക്ഷകളിലാണ്, അവസാനവട്ട ഒരുക്കങ്ങളിലാണ്. ഇന്നത്തെ ഒരു നിശബ്ദ പ്രചാരണം വോട്ടർമാർക്കും സ്ഥാനാർത്ഥികൾക്കും ഒക്കെ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ടല്ലോ. ഗോകുൽ, ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പരസ്യ പ്രചാരണം അവസാന നാളുകളിലേക്ക് എത്തിയപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടതാണ് കൊട്ടിക്കലാശത്തിൽ ആവേശം എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത്. സ്ഥാനാർത്ഥികളും അതോടൊപ്പം തന്നെ പാർട്ടി പ്രവർത്തകരും പാട്ടുപാടിയും നൃത്തം വെച്ചുമൊക്കെ കൊട്ടിക്കലാശത്തിൽ ആവേശം വാനോളം ഉയർത്തുന്ന രംഗത്തിനൊപ്പം ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിന്നത് 23 ദിവസങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ആരോപണ പ്രത്യാരോപണങ്ങളുടെ തുടർച്ച കൂടിയായിരുന്നു. അത് ശബരിമല വിഷയത്തിൽ നിന്ന് തുടങ്ങി പിന്നീട് ഈ ഡീൽ ആരോപണങ്ങൾ, വയനാട് ഫണ്ട്, ഇങ്ങനെ വന്ന വിഷയങ്ങളുടെ അവസാനമെന്നോളം രേവന്ത് റെഡ്ഡി, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പിണറായി വിജയനെ പോമോനെ പിണറായി എന്ന അദ്ദേഹത്തിനെതിരെ നടത്തിയ പ്രസ്താവനയ്ക്ക് പിണറായിയുടെ മാസ് മറുപടി ഇന്നലെ നമ്മൾ കണ്ടതാണ്. അതിൽ അദ്ദേഹം രേവന്ത വരുന്നുണ്ട് മറുപടി എന്ന തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി പ്രസ്താവന കണ്ടു. മാത്യു കൊളനാടൻ MLA പുറത്തുവിട്ട K കൃഷ്ണൻകുട്ടി MLAക്കെതിരായ അദ്ദേഹത്തിൻ്റെ ചില ശബ്ദരേഖകൾ നമ്മൾ കണ്ടു. 2018 പ്രളയം മനുഷ്യനിർമ്മിതമാണ് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ കണ്ടു. ഇങ്ങനെ ആരോപണ പ്രത്യാരോപണങ്ങളാൽ നിറഞ്ഞു നിന്ന
23 ദിവസത്തെ പരസ്യ പ്രചാരണത്തിനാണ് ഇന്നലെ വൈകിട്ട് 6 മണിയോടെ കൊട്ടിക്കലാശത്തോടെ അന്ത്യം കുറിച്ചത്. ഈ കൊട്ടിക്കലാശത്തിന് ശേഷം വൈകിട്ട് 6 മണിക്ക് ശേഷം തുടങ്ങിയ നിശബ്ദ പ്രചാരണം ഇപ്പോഴും ആവേശത്തോടെ തുടരുന്നുണ്ട്. ഇപ്പോൾ സ്ഥാനാർത്ഥികളും മുന്നണികളുമൊക്കെ അവരുടെ സൗഹൃദ സന്ദർശനങ്ങൾ, അതോടൊപ്പം തന്നെ വീട് കയറിയുള്ള അവസാനവട്ട പ്രചാരണങ്ങളിലും സജീവമായി തുടരുന്നതാണ് നമ്മൾ കാണുന്നത്. ഇത് ഇന്ന് വൈകിട്ട് അവസാനിക്കുന്നതോടെ നാളെ രാവിലെ 7 മണിക്ക് 2.71 കോടി വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തും. ഇവരുടെ മനസ്സിലിരിപ്പ് എന്താണ് എന്ന് തീരുമാനിക്കുന്നത് ഇന്നത്തെ 24 മണിക്കൂറത്തെ അടിയൊഴുക്കുകളെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള വീട് കയറിയുള്ള നിശബ്ദ പ്രചാരണങ്ങളാണ് എന്നതും ശ്രദ്ധേയമാണ്. ഈ ബൂത്തിലെത്തുന്ന വോട്ടർമാർക്കുള്ള ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സാമഗ്രികളുടെ വിതരണം ഇന്ന് രാവിലെ 8 മണിയോടുകൂടി എല്ലാ മണ്ഡലങ്ങളിലെയും കേന്ദ്രങ്ങളിൽ ഈ സാമഗ്രികളുടെ വിതരണത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ചിരിക്കുന്ന കേന്ദ്രങ്ങളിൽ ആരംഭിക്കുന്നുണ്ട്. രാവിലെ 8 മണിയോടുകൂടി തിരുവനന്തപുരത്തെ സജ്ജമാക്കിയ 3170-ലധികം വരുന്ന ബൂത്തുകളിലേക്കുള്ള വോട്ടിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിക്കും. അതിനുവേണ്ടി ഉദ്യോഗസ്ഥരൊക്കെ ഈ കേന്ദ്രങ്ങളിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും ഈ കാടിളക്കിയുള്ള പ്രചാരണങ്ങൾ അവസാനിച്ച് കേരളം അടുത്ത 5 വർഷത്തെ ഭരണസാരഥ്യത്തിലേക്ക് ആര് കടക്കണമെന്നത് തീരുമാനിക്കാൻ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ 2 എണ്ണമാണ്. ഒന്ന്, ഈ പറയുന്ന 2016-ലെയും 2021-ലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളും പിന്നീട് നടന്ന പൊതു തെരഞ്ഞെടുപ്പുകളും ഉപതെരഞ്ഞെടുപ്പുകളും എടുത്ത് പരിശോധിക്കുമ്പോൾ താരതമ്യേന പോളിംഗ് പെർസെൻറ്റേജ് വളരെ താഴ്ന്ന നിലയിൽ താരതമ്യേന തുടരുന്ന ഒരു രംഗമുണ്ട്. അതിനെ മറികടന്ന് ഈ ആവേശത്തിലാറാടി രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾക്കൊപ്പം പ്രചാരണ രംഗത്ത് സജീവമായിരുന്ന വോട്ടർമാരെ പൂർണ്ണ തോതിൽ ആവേശത്തോടെ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ഈ 23 ദിവസത്തെ കാടിളക്കിയുള്ള മുന്നണികളുടെ പ്രചാരണത്തിന് സാധിക്കുമോ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. രണ്ടാമത്തെ കാര്യം, പരിമിതമായ ദിവസം മാത്രമാണ് പ്രചാരണത്തിന് ലഭിച്ചത് എന്ന് സ്ഥാനാർത്ഥികൾ പറയുമ്പോൾ ആ ദിവസങ്ങളിലേക്ക് അവർക്ക് സ്ഥാനാർത്ഥികൾ എത്രത്തോളം പരിചയപ്പെടുത്താനായി എന്നതും ഈ പ്രചാരണ ദിവസങ്ങളിലെ വളരെ വലിയ ചോദ്യമായി നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായും വളരെ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ ആ പ്രചാരണം ആരുടേതാണ് ഏറ്റവും ഇഫക്റ്റീവായത് എന്നൊക്കെ ഇനി ജനങ്ങൾ വിധി എഴുതും. ഏതായാലും അവസാന നിമിഷത്തിലും പുതിയ വിഷയങ്ങൾ, പുതിയ ചർച്ചകളൊക്കെ ഉയർന്നു കേട്ട ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലമാണ് അവസാനിക്കുന്നത്. ഇന്നത്തെ നിശബ്ദ പ്രചാരണ ദിവസമാണെങ്കിൽ പോലും അടിയൊഴുക്കുകളെ സ്വാധീനിക്കാൻ, ഒപ്പം ചില ഈ വോട്ടിനെ സ്വാധീനിക്കുന്ന ചില വ്യക്തിത്വങ്ങളെയൊക്കെ കണ്ട് അവർ വഴി കൂടുതൽ പേരുടെ വോട്ട് ഉറപ്പിക്കാനൊക്കെയുള്ള ശ്രമത്തിലായിരിക്കും. ഏറ്റവും അധികം ആൾക്കാരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുക. ഒപ്പം തന്നെ ഇത്തവണ ഏറ്റവും നിർണായകമാകുന്നത് എനിക്ക് തോന്നുന്നു സ്വിംഗ് വോട്ടുകൾ തന്നെയായിരിക്കും. നിഷ്പക്ഷരായ വോട്ടേഴ്സ് അവരെങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ അവരുടെ വോട്ട് രേഖപ്പെടുത്തുന്നു, അവർ പോളിംഗ് ബൂത്തിൽ എത്തുമോ, ഇതൊക്കെ ആയിരിക്കും ഇത്തവണ വിധി നിർണ്ണയിക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.